മഴ തോരും മുൻപേ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാനിയയും ടെൽസയും ടോജോയും ഡോക്ടറുടെ ക്യാബിനിലേക്ക് കയറിയതുപോലെ തന്നെ ഒരുമിച്ചാണ് ഇറങ്ങി വന്നതും. ടെൽസ വായി പൊത്തിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ടാനിയുടെ മുഖത്തും ഒരു പുഞ്ചിരി തങ്ങി നിന്നു. ടോജോയുടെ മുഖത്ത് അല്പം നാണക്കേടുള്ളതുപോലെ തോന്നിച്ചു. അടുത്ത ഊഴം എൽസമ്മയുടേതായിരുന്നു. അലീന എൽസമ്മയെ ഡോക്ടർ ജോർജ് പുന്നൂസിന്റെ ക്യാബിനിലെത്തിച്ച ശേഷം തിരിച്ചിറങ്ങിപ്പോന്നു. ടാനിയയും ടെൽസയും ഡോക്ടറുടെ വീട്ടുമുറ്റത്തെ ചെറിയ പൂന്തോട്ടത്തിലെ ചെടികൾ നോക്കിക്കൊണ്ട് നടന്നു. കുളത്തുപുഴയിലെ വീട്ടിലില്ലാത്ത പൂച്ചെടികൾ ഏതൊക്കെയെന്ന് അവർ കണ്ടുപിടിച്ചു. അലീനയും അവരോടൊപ്പം ഇറങ്ങിച്ചെന്നു. ഡോക്ടറോട് ചോദിച്ചാൽ ഇതിൻ്റെയൊക്കെ തയ്യോ തണ്ടോ തരുവോ ചേച്ചി? ടാനിയ ചോദിക്കുകയാണ്. അപ്പോൾ അലീന, നമുക്ക് ചോദിക്കാം. ഞാൻ ചോദിക്കാം. ടെൽസ അപ്പോൾ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടാൻ ആഞ്ഞു. അലീന അവളെ പിടിച്ചു നിർത്തി. അയ്യോ, ഇപ്പോഴല്ല, ഇപ്പം മമ്മിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലേ ഡോക്ടർ? ആ ശരിയാണല്ലോ. ഡോക്ടർ മോളോട് എന്താ പറഞ്ഞത്? എനിക്കൊരു കുഴപ്പമില്ല, മിടുക്കിയാണെന്ന് പറഞ്ഞു. ടെൽസ സന്തോഷത്തോടെ അതൊന്നുകൂടി ആവർത്തിച്ചു. ചേച്ചിയോടാ ഒത്തിരിയും പറഞ്ഞത്. അലീന ടാനിയയെ നോക്കി. എല്ലാവരോടും കൂടെയാ ചേച്ചി സംസാരിച്ചത്. ഞാൻ മൂത്തവളായതുകൊണ്ട് എന്നെയാ പലതും പറഞ്ഞു ഏൽപ്പിച്ചത്. ഇവൾ പറയുന്നത് കേട്ടാ തോന്നും ഡോക്ടർ എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു എന്ന്. വഴക്ക് പറഞ്ഞില്ലേ? ഇല്ലേ? ടെൽസ ടാനിയുടെ നേർക്ക് വിരൽ ചൂണ്ടുകയാണ്. ആ, വഴക്ക് പറഞ്ഞു, സമ്മതിച്ചു. നിനക്ക് സന്തോഷമായല്ലോ. മുൻപാണെങ്കിൽ ടാനിയ ടെൽസയെ പൊട്ടിന്ന് വിളിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. ആ മാറ്റം അലീന ശ്രദ്ധിച്ചു. ഇവരെ രണ്ടുപേരെയും നല്ലതുപോലെ കെയർ ചെയ്യണമെന്ന് പറഞ്ഞു ചേച്ചി. അതാ ഇവള് പറഞ്ഞത് വഴക്കാണെന്ന്. സ്റ്റാൻലി മാസികകൾ മറച്ചു നോക്കിക്കൊണ്ട് ഡ്രോയിങ് റൂമിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എൽസമ്മ തിരിച്ചു വരുവാൻ 2 മണിക്കൂറിലധികം എടുത്തു. അവരോടൊപ്പം ഡോക്ടർ ജോർജ് പുന്നൂസും പുറത്തേക്ക് വന്നു. പൊതുവായ ചില നിസ്സാര വിഷയങ്ങളെപ്പറ്റി സംസാരിച്ചുകൊണ്ട് ഡോക്ടർ ഡ്രോയിങ് റൂമിലിരുന്നു. കുറെ കഴിഞ്ഞ് അലീനയെയും സ്റ്റാൻലിയെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സ്റ്റാൻലിയോട് ഡോക്ടർ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ഭാര്യയുമായി ദീർഘസമയം സംസാരിച്ചു. അവർക്ക് ചില പ്രശ്നങ്ങളുണ്ട്. നമുക്കത് നിസ്സാരമെങ്കിലും തോന്നുമെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നങ്ങളൊക്കെ വളരെ വലുതും ഗൗരവമുള്ളതുമാണ്. ഒരു ഭൂതക്കണ്ണാടിയിൽ കൂടിയാണ് അവർ കാര്യങ്ങൾ കാണുന്നതെന്ന് കരുതിയാൽ മാത്രം മതി. ഭൂതക്കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? വളരെ കുറച്ച് സ്ഥലം മാത്രമേ കാഴ്ചയിൽ പെടുന്നുള്ളൂ. അതിനാൽ വളരെ കുറച്ചു മാത്രമേ അവർ കാണുന്നുള്ളൂ. കാണുന്നത് യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ അനേകം ഇരട്ടി വലുപ്പത്തിലുമായിരിക്കും. പറയുന്നത് മനസ്സിലായോ എന്ന അർത്ഥത്തിൽ ഡോക്ടർ ജോർജ് പുന്നൂസ് സ്റ്റാൻലിയെയും അലീനയും നോക്കി. ഇരിക്ക്, അയാൾ കസേരകൾ കാട്ടിക്കൊണ്ട് പറഞ്ഞു. അലീനയും സ്റ്റാൻലിയും ഇരുന്നു. ഡോക്ടർ വീണ്ടും പറയുകയാണ്, നിങ്ങൾ അവരെ ഒന്ന് തറപ്പിച്ചു നോക്കിയെന്നിരിക്കട്ടെ. അതുപോലും അവർക്ക് വിട്ടുകളയാൻ പറ്റില്ല. ആ നോട്ടം അവളിൽ മുറിവേൽപ്പിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നോക്കിയത്? സ്നേഹമില്ലാത്ത നോട്ടമല്ലേ അത്? കുറ്റപ്പെടുത്തിയതല്ലേ അത്? അതിൽ വെറുപ്പുണ്ടായിരുന്നില്ലേ? അങ്ങനെ നോക്കാൻ എന്ത് അധികാരമാണ്? അവൾ മറ്റാരോടെങ്കിലും പരാതി പറയുന്നു. സ്റ്റാൻലിയുടെ ചിലപ്പോഴത്തെ നോട്ടം കണ്ടാൽ പേടിയാവും. എന്നോടെന്താ ഭയങ്കര വൈരാഗ്യമുള്ളതുപോലെ? ഞാൻ എന്തു ചെയ്തു? ഞാൻ ആർക്കു വേണ്ടിയാണ് ഇതുവരെ ജീവിച്ചത്? സ്റ്റാൻലി ഭയങ്കരമായ വിരോധം എന്നോട് മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ എങ്ങനെ സ്നേഹിക്കും? എങ്ങനെ കൂടെ ജീവിക്കും? അവളുടെ ചിന്തകൾ കാട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അവൾ സംശയത്തിൻ്റെ പട്ടികയിൽ ചേർത്ത് കഴിഞ്ഞു. ഇനി അവളുടെ കാഴ്ചയിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും അർത്ഥമുള്ളതാണ്. അർത്ഥമെല്ലാം അവൾ തനിയെ കണ്ടെത്തും. നിങ്ങൾ പൂന്തോട്ടത്തിലിറങ്ങി ഒരു പൂ ഇറുത്തെടുത്ത് മണപ്പിച്ചാൽ കൂടി അവൾക്ക് സംശയമായി. മുൻപ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇപ്പോഴിങ്ങനൊരു പുതുക്കം? ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ വിട്ടുകളയേണ്ട അനേകം ചെറിയ ചെറിയ സംഗതികൾക്ക് അവർ വലിയ അർത്ഥം നൽകി വലുതാക്കി വെച്ചിരിക്കുകയാണ്. അതെല്ലാം വലിയ വലിയ പരാതികളും സങ്കടങ്ങളുമാണ്. ഓർത്ത് കരഞ്ഞാലും തീരുന്നില്ല. രോഷവും വേദനയും അവരുടെ മനസ്സിൽ അടങ്ങുന്നുമില്ല. അലീന തലയാട്ടി ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്നു. എൽസമ്മയ്ക്ക് ഒരിക്കലും ഭർത്താവിൽ നിന്ന് നീതി കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഉടനെ അല്പം ദേഷ്യത്തോടെ സ്റ്റാൻലി പറയുകയാണ്, അതിന് കോടതിയിൽ പോകേണ്ടി വരും. അപ്പോൾ ഡോക്ടർ, സ്റ്റാൻലിയെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് കാര്യം മനസ്സിലായി. അവൾ നീതി എന്ന് ഉദ്ദേശിക്കുന്നത് അവളുടെ ഇച്ഛ നടപ്പാകുന്നില്ല എന്ന് മാത്രമാണ്. അവൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ പെരുമാറണം. അവളെ അനുസരിക്കണം. അവളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. ഇന്നലെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ ഇന്ന് സ്നേഹിക്കണം. ഇന്ന് കെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായിരിക്കണം നാളെ. നിങ്ങൾ അവളോട് ദേഷ്യപ്പെടാൻ പാടില്ല. അവളുടെ ഇച്ഛ നടപ്പാക്കുന്നതിനെ നിങ്ങൾ എതിർക്കാൻ പാടില്ല. എന്നാൽ നിങ്ങളുടെ ഇച്ഛ നടപ്പാക്കുന്നതിനെ അവൾ എതിർത്തെന്നുമിരിക്കും. എങ്ങനെയോ അവൾക്കതിനുള്ള അവകാശം കിട്ടിയിട്ടുണ്ട്. അവൾ ചെയ്യുന്നതെല്ലാം ശരിയായ കാര്യങ്ങളാണ്. പക്ഷെ മറ്റുള്ളവർ തെറ്റായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മറ്റുള്ളവരുടെ തെറ്റുകൾ കൊണ്ടാണ് അവളുടെ ജീവിതം ഇങ്ങനെ ക്ലേശകരമായി തീർന്നിരിക്കുന്നത്. അവളെ വിമർശിക്കുന്നവരെല്ലാം അവളുടെ ശത്രുക്കളാണ്. ശത്രുക്കൾക്ക് നിഗൂഢമായ ലക്ഷ്യങ്ങളുണ്ട്. അതിനാൽ സംശയത്തോടെ മാത്രമേ അവൾക്ക് നിങ്ങളെ ഇപ്പോൾ കാണാൻ പറ്റൂ. അത്രയും കേട്ടപ്പോൾ അലീന പറയുകയാണ്, ഇതല്ലല്ലോ ഡോക്ടർ യഥാർത്ഥ നീതി. എൽസമ്മയുടെ നീതി ഇതാണ്. അതൊരു തരം മനോവൈകല്യമാണ്. പാരനോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയും. ഇത് മിക്കവാറും പാരമ്പര്യമായി കിട്ടുന്നതാണ്. അപൂർവമായി ശൈശവത്തിലെയോ ബാല്യത്തിലെയോ ചില കഠിനമായ അനുഭവങ്ങളിൽ നിന്നും ഉണ്ടാകാം. ഇക്കൂട്ടരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഉൾക്കാഴ്ചയില്ല എന്നുള്ളതാണ്.
ഒരു സംഗതി അവർ കാണുന്നത് പോലെയാണോ മറ്റുള്ളവർ കാണുന്നത് എന്നവർ ചിന്തിക്കാറില്ല. ഉദാഹരണത്തിന്, പാല് തൈരുണ്ടാക്കാനാണെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും അതുകൊണ്ട് മോരുണ്ടാക്കാം, നെയ്യുണ്ടാക്കാം, പാലുകൊണ്ട് കാപ്പി ഉണ്ടാക്കാം, ചായ ഉണ്ടാക്കാം, പാൽപ്പൊടി ഉണ്ടാക്കാം അങ്ങനെയൊന്നും തർക്കിക്കരുത്. യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളും അടിസ്ഥാന പ്രമാണങ്ങളുമല്ല ഈ കൂട്ടർക്ക് വലുത്. സ്വന്തം വിശ്വാസ പ്രമാണങ്ങൾ മാത്രമാണ്. ഇത്തരത്തിൽ കുടുംബം നരകമാക്കുന്ന അനേകം സ്ത്രീകളും പുരുഷന്മാരുമുണ്ട്. ഈ പാരനോയ്ഡ് പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല അവരുടെ ചിന്തയും പ്രവർത്തികളും വാക്കുകളുമെല്ലാം യാഥാർത്ഥ്യത്തിന് നിരക്കുന്നതല്ല എന്ന്. കാരണം അത് കാണാനുള്ള ഉൾക്കാഴ്ച അവർക്കില്ല. അവർക്ക് സ്വയം വലിയ മതിപ്പാണുള്ളത്. കൃത്യമായി കണക്കുകൾ സൂക്ഷിക്കുക, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിസ്സാരമായ സംഗതികൾ പോലും അതിൻ്റെ തീയതിയും മണിക്കൂറും ഓർത്തുവെച്ച് എണ്ണി എണ്ണി പറയുക, ആരെയും ഒരു കാര്യത്തിലും വിശ്വാസത്തിലെടുക്കാതിരിക്കുക, മറ്റുള്ളവരുടെ പ്രവർത്തികളിലെ പോരായ്മകൾ മാത്രം കാണുക, ഒച്ചയെടുത്ത് സംസാരിക്കുക, ഇവയൊക്കെയാണ് ഇവരുടെ ചില പ്രത്യേകതകൾ. മറ്റുള്ളവരുടെ കുറ്റം പറയാൻ ഇവർക്ക് വലിയ ഉത്സാഹമായിരിക്കും. ഇവരെ വാദിച്ചു തോൽപ്പിക്കാനോ ന്യായം പറഞ്ഞു മനസ്സിലാക്കാനോ സാധ്യമല്ല. സ്വന്തം കടുംപിടുത്തത്തിൽ ഇവർ ഉറച്ചു നിൽക്കും. എതിർക്കുന്നവരോടും ഇഷ്ടമില്ലാത്തവരോടും വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറയാൻ ഇവർക്ക് യാതൊരു മനസാക്ഷിക്കുത്തുമില്ല. താൻ ചെയ്ത തെറ്റുപോലും വേറൊരാൾ ചെയ്താൽ അവർക്ക് സഹിക്കാനോ ക്ഷമിക്കാനോ മനസ്സാന്നിധ്യവുമില്ല. സ്വന്തം നിലപാട് സംരക്ഷിക്കുവാൻ വേണ്ടി കള്ളം പറയാനും മടിക്കില്ല. തൻ്റെ തന്നെ സ്വഭാവ വൈകല്യം കൊണ്ടാണ് ബന്ധുക്കളും മിത്രങ്ങളും അകന്നു പോകുന്നതെന്നോ ജീവിതത്തിലെ സന്തോഷവും സൗഭാഗ്യവും നഷ്ടപ്പെടുന്നതെന്നോ മനസ്സിലാക്കാനുള്ള യുക്തിയോ നീതിബോധമോ ഈ കൂട്ടർക്കില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അലീന ചോദിക്കുകയാണ്, മനോവൈകല്യമാണെങ്കിൽ അത് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതല്ലേ ഉള്ളൂ ഡോക്ടർ? പാരനോയിഡ് പേഴ്സണാലിറ്റിക്ക് മതിയായ ചികിത്സ ഇല്ലെന്നാണ് എൻ്റെ അറിവും അനുഭവവും. ചില കൗൺസിലിംഗ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞ് ഇത്തരം കേസുകൾ ഏറ്റെടുക്കാറുണ്ട്. അവരിൽ പലരും ഒടുവിൽ എൻ്റെ അടുത്ത് വന്നിട്ടുമുണ്ട്. അവരുടെ ചിന്താഗതിയും പ്രവർത്തന രീതിയും മാറ്റണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്നതാണ് അവരെ ചികിത്സിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. അവരുടെ ഭാഗം ശരിയാണെന്ന് പറയുന്ന ഒരാളെയാണ് അവരെപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ പെരുമാറുന്നത് ശരിയാണെന്ന് നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ ചികിത്സയുടെ ആവശ്യമില്ല. അവരിൽ ചെറിയ ചെറിയ ചില അപാകതകളുണ്ടെന്നോ ഒരല്പം തിരുത്തൽ ആവശ്യമാണെന്നോ നമ്മൾ പറഞ്ഞു പോയാൽ അന്നത്തോടുകൂടി അവർ കൗൺസിലിംഗ് അവസാനിപ്പിക്കും. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വിമർശിക്കുന്നവരോടുള്ള സൗഹൃദമോ സാഹോദര്യമോ ബന്ധുത്വമോ വിച്ഛേദിച്ചു കളയുവാൻ അവർക്ക് യാതൊരു മടിയുമില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ടോളറേറ്റ് ചെയ്തു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആളുകളെ മുൻവിധിയോടെ കാണുന്നത് കൊണ്ട് വളരെ വേഗം കലഹിക്കാനുള്ള കാരണങ്ങൾ ഇവർ കണ്ടെത്തും. മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് ഒരു വിലയും അവർ കൽപ്പിക്കാറില്ല. ഇവരോട് അടുപ്പമുള്ളവരെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും. ഇവർ പറയുന്നതെല്ലാം അവർ മൂളിക്കേൾക്കുകയും ഒരു വാക്കുകൊണ്ട് പോലും എതിരഭിപ്രായം പറയാതിരിക്കുകയും ചെയ്യുന്ന കൂട്ടരായിരിക്കും അവർ. അലീന അപേക്ഷാഭാവത്തിൽ ഡോക്ടറെ നോക്കിയിട്ട് വീണ്ടും ചോദിക്കുകയാണ്, പക്ഷേ എന്തെങ്കിലും ഒരു പരിഹാരം ഡോക്ടർ? സ്റ്റാൻലിക്ക് ഒരു കുലുക്കവുമില്ല. ഇതൊക്കെ തനിക്ക് പണ്ടേ മനസ്സിലായ കാര്യങ്ങളാണ് എന്ന മട്ടിൽ അനങ്ങാപ്പാറ പോലിരിക്കുകയാണ്. പരിഹാരം ഒന്നേ ഉള്ളൂ, അവരോട് കലഹിക്കാതിരിക്കുക, ഒരിക്കലും എതിർക്കാതിരിക്കുക, സൂക്ഷ്മതയോടെ ഇടപെടുക, സംഘർഷമുണ്ടാകാനിടയുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക, പിന്നെ നല്ലതുപോലെ കെയർ ചെയ്യുക. ഉടനെ സ്റ്റാൻലി ചോദിക്കുകയാണ്, നമുക്ക് നീതി കിട്ടുന്നില്ല എന്ന ബോധത്തോട് എന്തുത്തരം പറയും? മറ്റാർക്കുമില്ലെങ്കിലും എന്നോടൊരു പരിഗണന എനിക്കെങ്കിലും വേണ്ടേ? ജോർജ് പുന്നൂസ് പുഞ്ചിരിച്ചു. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർക്കണം, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് അവരറിയുന്നില്ല. അവർ രോഗിയാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് അവരുടെ വൈകല്യം. നമ്മൾ അവരോട് അനുകമ്പ കാണിക്കണം, കരുണയോടെ പെരുമാറണം. അങ്ങനെയല്ലാതെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കരകയറാൻ പറ്റില്ല. രോഗം അല്ലെങ്കിൽ ഒരു വൈകല്യം അതൊരിക്കലും ഒരു കുറ്റമല്ല എന്നോർക്കണം. സ്റ്റാൻലി അപ്പോൾ അമർഷത്തോടെ പറയുകയാണ്, ഒരു സ്ത്രീയുടെ മനോവൈകല്യം ശരിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയല്ല ഞാൻ ജനിച്ചതും ജീവിച്ചിരിക്കുന്നതും. ഞാനൊരു മനുഷ്യനാണ്. ശരിയായിരിക്കുന്ന ഒരാളിനെ തെറ്റായി കാണുന്നതും നിരപരാധിയെ ശിക്ഷിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇതൊക്കെ ആർക്ക് താങ്ങാൻ കഴിയും? വീണ്ടും ഡോക്ടർ പറയുകയാണ്, ഇപ്പോൾ വാർദ്ധക്യത്തോടടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രായത്തിൽ നിങ്ങൾക്കിനി മത്സരിച്ചൊന്നും നേടാനില്ല. എൽസമ്മയോട് കുറേയധികം ഞാൻ സംസാരിച്ചു. അവരുടെ ഇതുവരെയുള്ള നിലപാടുകൾ ശരിയാണെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അവരുടെ സഹോദരിയും മറ്റും അവരെ കബളിപ്പിച്ചിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ കുറ്റമാണെന്നാണ് അവരുടെ വിശ്വാസം. നോക്കേണ്ടയാൾ വേണ്ടതുപോലെ നോക്കിയില്ലെങ്കിൽ മറ്റുള്ളവർ കബളിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഇതാണ് പറയുവാനുള്ളത്, അവരോട് മത്സരിക്കണ്ട, സഹതാപത്തോടെ കാണുക. കുട്ടികളേറെക്കുറെ നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു, അതുപോരെ? സ്റ്റാൻലി മറുപടി ഒന്നും പറയാതെ മസിൽ പിടിച്ചിരിക്കുകയാണ്. മിസ്റ്റർ സ്റ്റാൻലി, കുട്ടികൾ അവരുടെ പല വിശ്വാസങ്ങളും തിരുത്തിയിട്ടുണ്ട്. ഇളയ കുട്ടികൾക്ക് ആരുടെയും ശ്രദ്ധ കിട്ടിയിരുന്നില്ല. അവരോട് സംസാരിക്കണം, കൂടെ നിന്ന് അവരെ ആശ്വസിപ്പിക്കണം. ഈ പാരനോയിഡ് പേഴ്സണാലിറ്റിക്ക് മറ്റൊരു കുഴപ്പം കൂടിയുണ്ട്. കുടുംബത്തിലെ ഒരാൾക്ക് ആ വൈകല്യമുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി അത് ബാധിക്കും. നിരാശ, സ്വാർത്ഥത, സ്നേഹശൂന്യത, ഇച്ഛാശക്തിയില്ലായ്മ, വീട് വിട്ടു പോകാനുള്ള ത്വര എന്നിവയാണ് പ്രത്യക്ഷമായ ലക്ഷണങ്ങൾ. അവർ തനിയെ ഒറ്റപ്പെടും. നിങ്ങളുടെ കുട്ടികളും അത്തരമൊരവസ്ഥയിലായിരുന്നു.
അലീനയുടെ വരവ് അവരുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് കുട്ടികൾ 3 പേരും പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അവരെ എൻ്റെ അടുത്ത് കൊണ്ടുവരാൻ പറ്റുമായിരുന്നില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ പാരനോയിഡ് പേഴ്സണാലിറ്റിയുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ കുട്ടികൾക്ക് കൃത്യമായ ഇടവേളകളിൽ കൗൺസിലിംഗ് നിർബന്ധമാണ്. ദമ്പതികളിൽ ഒരാൾക്ക് ആ വൈകല്യമുണ്ടെങ്കിൽ മറ്റേയാൾ നിർബന്ധമായും കൗൺസിലിംഗ് എടുത്തിരിക്കും. അപ്പോൾ സ്റ്റാൻലി, ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയല്ല ഡോക്ടർ. 2-ൽ-1 പാരനോയിഡ് ആണെന്ന് കണ്ടാൽ അവർ ഡിവോഴ്സിന് പോകുമെന്നാണ്. അത് ശരിയാണ്. യൂറോപ്യന്മാരും അമേരിക്കക്കാരും തങ്ങളുടെ ജീവിതം ദുരിതപൂർണമാകുവാൻ സമ്മതിക്കുന്നവരല്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ സഹിഷ്ണുത കൂടുതലുണ്ട്. ഇല്ലായിരുന്നുവെങ്കിൽ അവിടുത്തെ പോലെ ഇവിടെയും വിവാഹമോചനങ്ങൾ പെരുകിയേനെ. അത്രയും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സ്റ്റാൻലി സ്വയം പരിഹസിക്കുന്നത് പോലെ പറയുകയാണ്. അതുകൊണ്ട് എൽസമ്മയ്ക്ക് ഇനിയൊരു ട്രീറ്റ്മെൻറ്റ് വേണ്ട, എനിക്കും മക്കൾക്കും മാത്രം മതി. നന്നായി. മിസ്റ്റർ സ്റ്റാൻലി, വീട്ടിലെ രോഗിയിൽ നിന്നും രോഗം പകരാതെ മറ്റു കുടുംബാംഗങ്ങൾ പ്രതിരോധ കുത്തിവെപ്പ് എടുക്കാറില്ലേ? അതുപോലെ തന്നെയാണ് ഇതും. ഒരാൾക്ക് ഉൾക്കാഴ്ചയില്ല എന്ന് പറയുമ്പോൾ അത് കാഴ്ചയില്ലാത്തതിനേക്കാൾ കഠിനമാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. കണ്ണില്ലാത്തവരോട് നമുക്കൊരു ദയ വേണ്ടേ? അലീന മുഖം തിരിച്ച് സ്റ്റാൻലിയെ നോക്കി. ഗൗരവത്തിൽ തന്നെ ഇരിക്കുകയാണ്, ഒട്ടും അയവില്ലാത്തതുപോലെ. നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ, അനുഭവിച്ച വേദന, എവിടെയോ കളഞ്ഞുപോയ സന്തോഷങ്ങൾ, കേൾക്കേണ്ടി വന്ന ദുരാരോപണങ്ങൾ, സഹിക്കേണ്ടി വന്ന ഒറ്റപ്പെടൽ, ഇതൊക്കെ സ്റ്റാൻലിയുടെ ഉള്ളിൽ നീറിക്കിടക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത് സൂക്ഷിക്കുന്നത് കൊണ്ട് ഒരു ഫലവുമില്ല. കുട്ടികൾ വലുതായി, ഇനി അവർക്ക് സന്തോഷം കൊടുക്കുക, ഡോക്ടർ പറഞ്ഞു നിർത്തി. അലീന വീണ്ടും ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ എന്നാ ഡോക്ടറെ ഞങ്ങൾ വീണ്ടും വരേണ്ടത്? ടെൽസയും കൂട്ടി 3 മാസം കഴിഞ്ഞ് വന്നാൽ മതി. അവൾക്ക് നല്ല പുരോഗതിയുണ്ട്. അലീനയുണ്ടല്ലോ അവളുടെ കൂടെ, ഇല്ലേ? അലീനയുടെ മുഖത്തെ സംശയഭാവവും സ്റ്റാൻലി തല ചരിച്ചവളെ നോക്കിയതും ഡോക്ടർ ശ്രദ്ധിച്ചു. അയാൾ ചോദിക്കുകയാണ്, എന്താ ഒരുതരം അൺസർട്ടനിറ്റി? അപ്പോൾ സ്റ്റാൻലി, ഡോക്ടർ, ഇവൾക്കൊരു കൗൺസിലിംഗ് വേണ്ടി വരും. അലീനയ്ക്കോ? അതെന്തിനാണ്? ഇവൾക്കൊരിടത്തും സ്ഥിരമായി താമസിക്കാൻ പറ്റില്ല. 1-2 മാസം ഒരിടത്ത് തങ്ങിയാൽ പിന്നെ ഉടൻ അടുത്ത സ്ഥലത്തേക്ക് മാറിപ്പോയിരിക്കണം. ഡോക്ടർ ജോർജ് പുന്നൂസ് ഒരു പുഞ്ചിരിയോടുകൂടി അലീനയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, അതെന്താ അലീന അങ്ങനെ? ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട്. അവിടെയുള്ളവരും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. അത് പപ്പായ്ക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് കഴക്കൂട്ടത്ത് ആ പഴയ ഓർഫനേജ് വീണ്ടും ഏറ്റെടുത്ത് നടത്തണമെന്നുണ്ട്. അതും പപ്പയ്ക്ക് ഇഷ്ടമല്ല. ഉടനെ സ്റ്റാൻലി, ഡോക്ടർ, ഈ പ്രായത്തിൽ അവളൊരു വിവാഹം കഴിക്കുകയാണ് വേണ്ടത്, അല്ലേ? അലീനയുടെ പൂർവ്വകാല ജീവിതത്തെക്കുറിച്ചെല്ലാം ഇതിനകം ഡോക്ടർ മനസ്സിലാക്കിയിരുന്നതിനാൽ തികഞ്ഞ ലാഘവത്തോടുകൂടിയാണ് അദ്ദേഹം ഈ വിഷയം എടുത്തത്. നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ഒരു ബേബി ഫുഡൊന്നും അല്ലല്ലോ വിവാഹം. അത്യാവശ്യമുള്ളവരാണ് തീരുമാനിക്കേണ്ടതും കഴിക്കേണ്ടതും. ഡോക്ടർ ചെറിയ ചിരിയോടുകൂടി സ്റ്റാൻലിയോട്. സ്റ്റാൻലി അത് ശ്രദ്ധിക്കാത്തതുപോലെ കൈത്തണ്ട അല്പം ഉയർത്തി വാച്ചിലേക്ക് നോക്കി. എന്നിട്ട് ചോദിക്കുകയാണ്, എന്നാൽ നീ ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ? എനിത്തിങ് എൽസ്? നത്തിങ്. പറഞ്ഞതൊക്കെ മനസ്സിലാക്കിയിട്ട് ഒന്നുകൂടി റീവൈൻഡ് ചെയ്ത് കേൾക്കുക, ദാറ്റ്സ് ഓൾ. താങ്ക് യു ഡോക്ടർ. സ്റ്റാൻലി എഴുന്നേറ്റു. പിന്നാലെ അലീനയും. അവളും ഡോക്ടറോട് നന്ദി പറഞ്ഞു. അവർ കൺസൾട്ടിംഗ് റൂം വിട്ട് ഡ്രോയിങ് റൂമിലേക്ക് എത്തി. എൽസമ്മ അവിടെ തനിച്ചിരിപ്പുണ്ടായിരുന്നു. ടാനിയയും ടെൽസയും ടോജോയും ഡോക്ടറുടെ പൂന്തോട്ടത്തിൽ ഇനിയും ഇറങ്ങിയിട്ടില്ല. ടെൽസ തുമ്പിയുടെ പുറകെയാണ്. അലീന ചെന്ന് എൽസമ്മയുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവർ ഉദ്വേഗത്തോടെ അവളെ നോക്കി. ഡോക്ടർ എന്തു പറഞ്ഞു എന്നുള്ള ചോദ്യമാണ് അവരുടെ കണ്ണുകളിൽ. സ്റ്റാൻലി സിറ്റൗട്ടിലേക്ക് ഇറങ്ങിപ്പോയി. അലീന അപ്പോൾ ഒരു പുഞ്ചിരിയോടെ എൽസമ്മയോട് പറയുകയാണ്, ആൻറ്റി ഒരു പാവമാണെന്ന് ഡോക്ടർ പറഞ്ഞു. എൽസമ്മയ്ക്ക് ആശ്വാസമായി. പപ്പയാണെങ്കിൽ അതിനേക്കാൾ പാവം. ടാനിയയും ടെൽസയും ടോജോയും ഏറ്റവും പാവങ്ങൾ, അലീന കൂട്ടിച്ചേർത്തു. തുടർന്ന് ചിരിയോടുകൂടി വീണ്ടും അലീന പറയുകയാണ്, എല്ലാവരും പാവങ്ങളാണെങ്കിൽ വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ. അതിന് പകരം നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം, കട്ട്ലറ്റ് ഉണ്ടാക്കാം, അവലോസുണ്ട ഉണ്ടാക്കാം. എൽസമ്മയ്ക്ക് സംശയമായി. ഇവളിനി എന്നെ കളിയാക്കുകയാണോ? എൻ്റെ ആൻറ്റി, ഇത്തിരിയല്ലേ ഉള്ളൂ ജീവിതം. ഈ ഭൂമിയിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടി ഒന്ന് ചിണങ്ങിയും പിണങ്ങിയും ജീവിച്ചിട്ട് ഒടുവിൽ മരിച്ചു പിരിയേണ്ടവരല്ലേ നമ്മളൊക്കെ. പിന്നീട് എന്നെങ്കിലും ഏതെങ്കിലും ലോകത്ത് വെച്ച് നമ്മൾ കണ്ടുമുട്ടുമോ? കണ്ടുമുട്ടിയാൽ തന്നെ തിരിച്ചറിയുമോ? ഒരിക്കലുമില്ല. എന്ത് കഷ്ടമാണിത്. ഭൂമിയിൽ കിട്ടിയ ഒരേ ഒരു ജീവിതം ഇങ്ങനെ വേദനിച്ചും വേദനിപ്പിച്ചും വെറുതെ വെറുപ്പിച്ചും നാശമാക്കി കളയല്ലേ. ഇത്തിരി സ്നേഹം പൂശിയാൽ ഈ വേദനകളെല്ലാം സന്തോഷമാക്കാം. എൽസമ്മ മൗനമായി അലീനയ്ക്കൊപ്പം പുറത്തേക്കിറങ്ങി. കാർ വരുന്നതും കാത്തു നിൽക്കുകയായിരുന്നു ഷെറിനും ചിന്നുമോളും സിറ്റൗട്ടിൽ. കുളത്തൂപ്പുഴ ടൗണിലെത്തിയപ്പോഴേക്കും രേവതിക്കുട്ടി അലീനയുടെ ഫോണിലേക്ക് റിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെത്തിച്ചേരുവാനെടുക്കുന്ന സമയം അലീനയ്ക്കറിയാം. കൃത്യം അവൾ സിറ്റൗട്ടിലെത്തിയപ്പോഴേക്കും കാർ വന്നു നിന്നു കഴിഞ്ഞു. രേവതിക്കുട്ടി കാറിൽ നിന്നും ഇറങ്ങിയതും ചിന്നുമോൾ തുള്ളിച്ചാടി ഇറങ്ങിച്ചെന്നു. പിന്നാലെ ഷെറിനും ചെന്നു. ഗ്രേസമ്മ ഷെറിനെ ആലിംഗനം ചെയ്ത് കവിളത്തൊരു മുത്തം നൽകി. എനിക്കും വേണം. ഇതും പറഞ്ഞുകൊണ്ട് കൈയും ഉയർത്തി പെരുവിരലിൽ ചാടുകയാണ് ചിന്നുമോൾ. അപ്പോഴേക്കും ഗ്രേസമ്മ, നിന്നെ കാണാനല്ലേടാ മുത്തേ ഞങ്ങളിങ്ങോട്ട് ഓടി വന്നത്. ഗ്രേസമ്മ അവളെ വാരിയെടുത്ത് കവിളത്തും നെറ്റിയിലും കണ്ണിലും മാറി മാറി ഉമ്മ വെച്ചു. അവിടെ നിന്നവൾ മാമച്ചൻ്റെ ദേഹത്തേക്ക് കൈകൾ വിടർത്തി ചാഞ്ഞു.
ഇതെല്ലാം കണ്ണിറയെ കണ്ടുകൊണ്ട് നിൽക്കെ രേവതിക്കുട്ടി ചെന്ന് അലീനയുടെ തോളത്തൊറ്റ അടി കൊടുത്തു. അലീനയ്ക്ക് നന്നേ വേദനിച്ചു. പെട്ടെന്ന് അടിയേറ്റ ഭാഗം തടകിക്കൊണ്ട് അലീന ചോദിക്കുകയാണ്, ഷോ എന്തൊരടിയാ കൊച്ചെ നീ അടിച്ചത്? ആ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലാത്തത് എന്താണ്? ഷോ ഞാൻ ഈ കാഴ്ചയൊക്കെ കാണുമല്ലേടി, ഇതെപ്പോഴും കാണാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ആ ഞാനല്ലേ ഈ കാഴ്ച ഇങ്ങോട്ട് വന്നത്, അപ്പം എന്നെ വേണ്ടേ ആദ്യം? ആ ശരി, നിന്നെ ആദ്യം. അലീന അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളത്ത് മുഖം ചേർത്തു. എനിക്കറിയാം അലീന ചേച്ചിക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് പഴയ സ്നേഹമൊന്നുമില്ലെന്ന്. സ്നേഹമില്ലെന്നല്ലടി പറയേണ്ടത്, നിന്നോട് കൊഞ്ചാൻ പഴയതുപോലെ അത്രയും സമയം എനിക്കില്ല. അന്നെനിക്ക് നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം എത്ര പേരാണ്. പക്ഷേ എനിക്കിപ്പോഴും അലീന ചേച്ചി മാത്രമേ ഉള്ളൂ. ചുമ്മാ അന്നോണ പറയല്ലേ മോളെ. നീ രോഹിത്തിനെ വിളിക്കാറില്ലേ? മനുവേട്ടനോട് സംസാരിക്കാറില്ലേ? ബബിതയുമായിട്ട് നിനക്ക് നല്ല കൂട്ടല്ലേ? പിന്നെ റാണി ആൻറ്റി, ചിന്നുമോൾ, മാമച്ചനങ്കിൾ, ഗ്രേസമ്മ ആൻറ്റി. എന്നാലും അലീന ചേച്ചിക്കുള്ള അത്രയും എനിക്കില്ലല്ലോ. അത്രയും എത്തിക്കാനുള്ളൊരു വഴി പൊന്നുമോൾ കണ്ടുവച്ചിട്ടുണ്ടല്ലോ ഇല്ലേടി? അതങ്ങേറ്റു. പെട്ടെന്ന് പോ ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് രേവതിക്കുട്ടി തിരിഞ്ഞു നിന്നു. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മയും സിറ്റൗട്ടിലേക്ക് കയറി വന്നു. മാമച്ചൻ കുശലം ചോദിക്കുകയാണ്, എന്തൊക്കെയുണ്ട് അലീന വിശേഷങ്ങൾ? നല്ല സുഖം അങ്കിളെ. ആഹാ, അത് കുറയ്ക്കാനൊരു വഴിയുമില്ലേ? ആ അത് കുറയ്ക്കാനല്ലേ നമ്മൾ വന്നിരിക്കുന്നത്. ഇതും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അവളുടെ കരം ഗ്രഹിച്ചു. തുടർന്ന് അലീനയെ അടിമുടി നോക്കിയിട്ട് ഗ്രേസമ്മ പറയുകയാണ്, ഇന്നാൾ കണ്ടതിനേക്കാൾ അല്പം കൂടി ക്ഷീണിച്ചിട്ടുണ്ട്. അലീനെ അവരെല്ലാം സ്വീകരിച്ച് വീട്ടിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രേവതിക്കുട്ടി ചായ എടുക്കുവാൻ അവൾക്കൊപ്പം കൂടി. ദൈനംദിന കാര്യങ്ങളെല്ലാം അപ്പോഴപ്പോൾ ഫോണിൽ വിളിച്ചറിയിക്കുന്നതിനാൽ പ്രത്യേകിച്ച് കൈമാറാൻ വിശേഷങ്ങളൊന്നുമില്ല. രേവതിക്കുട്ടി അപ്പോൾ അലീനയോട് ചോദിക്കുകയാണ്, മനുവേട്ടൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനിച്ചോ ചേച്ചി? ഇപ്പോൾ അതിനൊന്നും അല്ലടി മുൻഗണന. പപ്പയോട് ആ കാര്യം സംസാരിച്ചില്ലേ ചേച്ചി? പപ്പ സമ്മതിക്കത്തില്ലടി. കഴക്കൂട്ടത്തേക്ക് പോകുന്ന കാര്യമോ? അതും സമ്മതിച്ചിട്ടില്ല. പോകുന്നില്ലെന്ന് വെച്ചോ, പോണം. പപ്പയെ കൊണ്ടതൊക്കെ സമ്മതിപ്പിക്കണം. ചേച്ചി പോകുമ്പോൾ എന്നെയും വിളിക്കണം കേട്ടോ, ഞാനും വരും. നിനക്ക് എറണാകുളം മടുത്തോടി? അല്ലെന്നേ, കുറച്ച് നാൾ. പിന്നെയും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അതല്ലേ നമ്മുടെ തറവാട്, അമ്മ വീടെന്നൊക്കെ പറയുന്നത് പോലെ. പപ്പ കനിഞ്ഞാലേ നടക്കും മോളെ, ഇല്ലെങ്കിൽ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല. അലീനയുടെ സ്വരത്തിൽ നിസ്സഹായത പുരണ്ടിരുന്നു. രാത്രി അത്താഴമേശയിൽ എല്ലാവരും ഒത്തുകൂടിയപ്പോൾ അലീനയുടെ ഭാവി പരിപാടിയെക്കുറിച്ച് പരാമർശമുണ്ടായി. അത് രേവതിക്കുട്ടിയുടെ ബുദ്ധിയായിരുന്നു. അവൾ ഗ്രേസമ്മയെ കൊണ്ട് ചോദിപ്പിച്ചു. അലീന അപ്പോൾ ഒഴുക്കം മട്ടിൽ മറുപടി പറയുകയാണ്, ഒന്നും തീരുമാനിച്ചില്ല ആൻറ്റി. മാമച്ചനപ്പോൾ ഔതക്കുട്ടിച്ചായനോട് ചോദിക്കുകയാണ്, അലീനയ്ക്ക് വേണ്ടി ഒരു കല്യാണം ആലോചിച്ചുകൂടെ? ഉടൻ തന്നെ ഔതക്കുട്ടിച്ചായൻ്റെ മറുപടി എത്തി, അതിന് അവൾ സമ്മതിക്കണ്ടേ? അപ്പോൾ ഷെറിൻ, അലീനയ്ക്കിപ്പോൾ കഴക്കൂട്ടത്ത് പോയി സ്നേഹനികേതനം വീണ്ടും തുടങ്ങണം. ലാലിച്ചായൻ അതിന് സമ്മതിക്കത്തുമില്ല. അപ്പോൾ മാമച്ചൻ, അലീനയ്ക്ക് അങ്ങനെ തനിയൊരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കുമോ? സഹായത്തിന് ആരും ഇല്ലല്ലോ. ബ്രിഗീത്ത മമ്മി തനിയെ തുടങ്ങിയ സ്ഥാപനം അത്. ആരും ഇല്ലായിരുന്നു സഹായത്തിന്. എനിക്കെല്ലാവരും ഉണ്ട്. ഈ പപ്പ സമ്മതിച്ചാൽ മാത്രം മതി. അലീന പപ്പയുടെ മുഖത്തേക്ക് നോക്കി. സ്റ്റാൻലി അപ്പോൾ പറയുകയാണ്, അപ്പച്ചൻ ചിലപ്പോഴൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയാൽ കിടക്കില്ലെന്ന്. അതിവളുടെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പക്ഷേ ഇവൾ അട്ടയല്ലല്ലോ. അതുകൊണ്ട് ഇറങ്ങിപ്പോയാലും പിടിച്ചു തിരികെ കൊണ്ടുവന്നേ പറ്റൂ. സ്റ്റാൻലിയുടെ മകൾ വീണ്ടും അനാഥാലയത്തിലായി എന്ന ആൾക്കാർ പറയാനിട വരരുത്, ഞാൻ മരിക്കുന്നതുവരെയെങ്കിലും. ആരും അതിനെതിരെ ഒന്നും പറഞ്ഞില്ല. പൊതുസദസ്സിൽ വെച്ച് പപ്പയോട് തർക്കിക്കാൻ അലീനയ്ക്ക് താല്പര്യമില്ലായിരുന്നു. പിന്നീട് സ്റ്റാൻലി അലീനയെ തൻ്റെ മുറിയിൽ വിളിച്ചു വരുത്തി ശകാരിച്ചു. നീ മനഃപൂർവ്വമല്ലേ ഡിന്നർ ടേബിളിൽ ആ വിഷയം എടുത്തിട്ടത്? ഞാനല്ലല്ലോ പപ്പ. നീ രേവതിക്കുട്ടിയെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ. ഞാൻ എന്തിനാ പപ്പ രേവതിക്കുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത്? എനിക്ക് പപ്പയോട് സംസാരിക്കണമെങ്കിൽ നേരിട്ട് പറഞ്ഞാൽ പോരെ? അലീന, ഈ വിഷയം ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. പക്ഷേ നിന്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു ആഗ്രഹം ബാക്കി കിടക്കുകയാണ്. അത് നീ മറന്നേക്കണം. പപ്പയോട് ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. പപ്പ പോകരുതെന്ന് പറഞ്ഞാൽ ഞാൻ പോവില്ല. പക്ഷേ പോകുന്നതാ പപ്പ എൻ്റെ സന്തോഷം. അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. എന്നാലും പപ്പയ്ക്ക് വേണ്ടി ഞാൻ എന്തും വേണ്ടെന്ന് വെക്കാം. പക്ഷേ കല്യാണം കഴിക്കാനൊന്നും പപ്പ എന്നെ നിർബന്ധിക്കരുത്. അലീന, ആ അനാഥാലയം തുടങ്ങുവാൻ നിനക്ക് എത്ര പണം ആവശ്യമായി വരുമോ അത്രയും ഞാൻ മറ്റ് അനാഥാലയങ്ങൾക്ക് ദാനം ചെയ്തേക്കാം. അത് മതിയോ നിനക്ക്? നിനക്ക് ആ കഷ്ടപ്പാടും ദാരിദ്ര്യവും പിടിച്ച സ്ഥലത്തേക്ക് തിരിച്ചു പോകണം എന്ന് പറയുന്നതാണ് എനിക്ക് മനസ്സിലാക്കാത്തത്. പപ്പ അങ്ങനെ പറയല്ലേ. ആ ദാരിദ്ര്യം പിടിച്ച സ്ഥലത്തു നിന്നാണ് ഞാൻ വന്നത്. രേവതിക്കുട്ടിയും അവിടെ നിന്ന് വന്നതാണ്. ചിന്നുമോളും അവിടെ തന്നെയായിരുന്നു. 23 വർഷം എനിക്ക് ചോറ് തന്ന് എന്നെ വളർത്തിയ സ്ഥലമാണത്. ബ്രിഗീത്ത മമ്മി എന്നൊരമ്മ ആ സ്ഥാപനമൊന്നും നടത്തിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ എത്തുമായിരുന്നു പപ്പ. ആ മകളെ പപ്പായ്ക്ക് തിരിച്ചു കിട്ടുമായിരുന്നോ? ഞാൻ ജീവനോടെ ഉണ്ടാകുമായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ്. സ്റ്റാൻലിക്ക് അവിടെ അടിപതറി. തൻ്റെ മകളുടെ ജീവിതം ഊതിക്കാച്ചി പൊന്നാക്കി തന്ന ഉലയാണ് ആ അനാഥാലയം. അതിനെയും അത്തരം സംരംഭങ്ങളെയും തള്ളിപ്പറയാൻ വയ്യ. അലീന അപ്പോൾ വീണ്ടും പറയുകയാണ്,
പണ്ട് ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ കോൺവെന്റ് സ്കൂളിൽ നിന്ന് കുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാൻ അവരുടെ അച്ഛനോ അമ്മയോ വരും. ഞാൻ അതും നോക്കി ഓർഫനേജിൻ്റെ വരാന്തയിലിരിക്കും. ഒരു ദിവസം ഞാൻ സങ്കടപ്പെട്ട് ബ്രിജിത്ത മമ്മിയോട് ചോദിച്ചു, എനിക്കെന്താ അച്ഛനും അമ്മയും ഇല്ലാത്തതെന്ന്. അന്ന് എന്നെ ചേർത്ത് പിടിച്ച് ബ്രിജിത്ത മമ്മി പറഞ്ഞു, നിനക്ക് ഞാനുണ്ടല്ലോ മോളെ എന്ന്. ഇപ്പോഴും ഉണ്ട് പപ്പായെ അനാഥ കുഞ്ഞുങ്ങൾ, അമ്മയ്ക്കും അച്ഛനും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്നവർ. അച്ഛനും അമ്മയും ഇല്ലല്ലോ എന്നോർത്ത് അവരും സങ്കടപ്പെടുന്നുണ്ട്. അന്ന് ബ്രിജിത്ത മമ്മി പറഞ്ഞതുപോലെ അവരെ ചേർത്ത് പിടിച്ച് എനിക്കും പറയാൻ കഴിയണം, നിങ്ങൾക്ക് ഞാനുണ്ടല്ലോ മക്കളെ എന്ന്. സ്റ്റാൻലി അസ്വസ്ഥനായി മുറിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കല്യാണം കഴിക്കത്തില്ലെന്ന് എനിക്കൊരു വാശിയുമില്ല പപ്പായെ, പക്ഷേ ഈ ഒരാഗ്രഹം നിറവേറ്റി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്തും. അലീന, നീ പോയി കിടക്ക്. നീ ഇവിടെ നിന്നാൽ എൻ്റെ ഉള്ള സമാധാനം കൂടി പോകും. അലീന പിന്നെ സംസാരിക്കാൻ നിന്നില്ല. അവൾ തിരികെ പോന്നു. പിറ്റേ ദിവസം ഷെറിനെയും ചിന്നുമോളെയും കൂട്ടി മാമച്ചനും ഗ്രേസമ്മയും രേവതിക്കുട്ടിയും തിരിച്ചുപോയി. 2 ആഴ്ചയ്ക്ക് ശേഷം സ്റ്റാൻലി ഒരു ദിവസം രാവിലെ അലീനയെ കാറിൽ കയറ്റിക്കൊണ്ട് എവിടേക്കോ യാത്ര തിരിച്ചു. എവിടേക്കാണ് പോകുന്നതെന്ന് അയാൾ കൃത്യമായി അവളോട് പറഞ്ഞിരുന്നില്ല. തിരുവനന്തപുരം വരെ പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചു. ആറ്റിങ്ങലിലെ സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ കാർ ചെന്നു നിന്നു. സ്റ്റാൻലി ഇറങ്ങുവാൻ പറഞ്ഞപ്പോൾ അവൾ കാറിൽ നിന്നും ഇറങ്ങി. അലീന ചോദ്യഭാവത്തിൽ പപ്പയെ നോക്കി. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, ഇവിടെ വച്ചാണ് വിലയാധാരം നടത്തുന്നത്, സ്നേഹനികേതനത്തിൻ്റെ, നിന്റെ പേരിലേക്ക്. ഒരു നിമിഷം അലീന അത്ഭുത സ്തബ്ധയായി നിന്നുപോയി. പിന്നെ പതിയെ പതിയെ അവളുടെ മിഴികൾ നിറഞ്ഞു കവിഞ്ഞു. അപ്പോൾ സ്റ്റാൻലി പറയുകയാണ്, വെറുതെ ആൾക്കാരെ കാണിക്കണ്ട, കയറി വാ. സ്റ്റാൻലി അവളുടെ കൈ പിടിച്ചുകൊണ്ട് സബ് രജിസ്ട്രാർ കച്ചേരിയുടെ വരാന്തയിലേക്ക് കയറി. അലീന ഇടത് കൈകൊണ്ട് ഷാൾ പിടിച്ച് കണ്ണുനീർ തുടച്ചു. ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.